ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കു വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. ഞാനിതിവിടെ 6 ചിക്കു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് 6 ഗ്ലാസ് ചിക്കു ജ്യൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ചിക്കുവിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം തണുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് പിന്നെ ജ്യൂസ് സെർവ് ചെയ്യാൻ നേരം ബാക്കി പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 5 രൂപയുടെ ഒരു ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് മൊത്തത്തിൽ ചേർത്താൽ ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. പകുതി മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി പാലും കൂടി കൂട്ടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ചിക്കു ജ്യൂസ് കിട്ടുക. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ചവർപ്പ് ചൊയമായിട്ട് തോന്നാറുണ്ട്. അതെന്താണെന്നറിയാം, നമ്മളിപ്പോൾ 1 കിലോ ചിക്കു വാങ്ങിക്കുകയാണെങ്കിൽ ആ 1 കിലോ കൊണ്ടും നമ്മൾ ജ്യൂസ് അടിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ വരുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് മാത്രം ചിക്കു യൂസ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.